നമസ്കാരം. കെ വോട്ടിന്റെ എത്തിയിരിക്കുന്നത് കൊട്ടാരക്കരയിലാണ്. ഈ 2026 നിയമസഭയിൽ സുപ്രധാനമായ രാഷ്ട്രീയം പറയാൻ പോകുന്ന കൊട്ടാരക്കരയ്ക്ക് എന്താണ് ജനങ്ങൾ കണ്ടിരിക്കുന്ന ഇത്തവണത്തെ പോരാട്ട ചിത്രം എന്നതാണ് പരിശോധിക്കുന്നത്. ഈ അവസാന നിമിഷത്തേക്ക് വരുമ്പോൾ കൊട്ടാരക്കരയ്ക്ക് പറയാനുള്ള രാഷ്ട്രീയം ഏറെ പ്രധാനമാണ്. എന്താണ് കൊട്ടാരക്കര എന്ന് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, ഇടതുപക്ഷത്തിന്റെ പരമ്പരാഗതമായ ശക്തി കേന്ദ്രം. ഇതാണ് കൊട്ടാരയെക്കുറിച്ച് പൊതുവിൽ പറയുന്നത്. പക്ഷേ ആർ ബാലകൃഷ്ണപിള്ള എന്ന രാഷ്ട്രീയ നേതാവ് അദ്ദേഹത്തിന്റെ പേരിൽ എഴുതി വെച്ച ഒരു മണ്ഡലമായി അറിയപ്പെടുന്നിടത്ത് പിന്നീട് വലിയ രാഷ്ട്രീയ അട്ടിമറികൾ നടക്കുന്നു. അവിടെ പിന്നീട് ആയിഷ പോറ്റി വരുന്നു. ഒടുവിൽ ആയിഷ പോറ്റിയും കൂറുമാറുന്നു. അവരുടെ കൂറുമാറ്റത്തിന്റെ രാഷ്ട്രീയം സംസ്ഥാനത്ത് ഏറ്റവും ചർച്ച ചെയ്യാൻ സാധ്യതയുള്ള മണ്ഡലം കൊട്ടാരക്കര. തീർച്ചയായിട്ടും കൊട്ടാരക്കര എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരിക ഒരുപക്ഷെ കൊട്ടാരക്കര ഗണപതിയാകാം, പിന്നെ ആർ ബാലകൃഷ്ണപിള്ളയാകാം. ആ ബാലകൃഷ്ണപിള്ളയ്ക്ക് 2006 അടി പതറിച്ചത് ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന ആയിഷ പോറ്റിയാണ്. ആയിഷ പോറ്റി തുടർച്ചയായി ഇവിടെ വിജയിക്കുന്നു. പിന്നീട് ഇപ്പോൾ അവർ ഈ സഹിത്ത് സൂചിപ്പിച്ച കൂറുമാറ്റ രാഷ്ട്രീയത്തിന്റെ ഭാഗമായപ്പോൾ UDF-നൊപ്പമാണ്. CPM-ന് ഇടതുപക്ഷ ഏറ്റവും അധികം വെല്ലുവിളി ഉയർത്തുന്നതും ആയിഷ പോറ്റി തന്നെയാണ്. കൂറുമാറ്റം അവിടെ തീരുന്നില്ല. കഴിഞ്ഞ തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ രശ്മിയാണ് ഇത്തവണ NDA ടിക്കറ്റിൽ BJP ടിക്കറ്റിൽ മത്സരിക്കുന്നത്. അങ്ങനെ അതും ഒരു കൂറുമാറ്റത്തിന്റെ കഥയാണ്. രണ്ട് സ്ഥാനാർത്ഥികൾ CPM-ന്റെ MLA ആയിരുന്ന ആയിഷ പോറ്റി കോൺഗ്രസിനായി മത്സരിക്കുന്നു. കോൺഗ്രസിന് വേണ്ടി കഴിഞ്ഞ തവണ ബാലഗോപാലിനെതിരെ മത്സരിച്ച രശ്മി BJP ടിക്കറ്റിൽ മത്സരിക്കുന്നു. അവിടെയാണ് KN ബാലഗോപാൽ വീണ്ടും മത്സരിക്കാനെത്തുന്നത്. കൊട്ടാരക്കര ബാലകൃഷ്ണപിള്ളയുടെ മണ്ഡലം എന്ന് പറയുമ്പോഴും വോട്ട് കണക്കിലും അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനത്തിലുമൊക്കെ നേരത്തെയും CPM-ന്റെ ശക്തി കേന്ദ്രം തന്നെയായിരുന്നു. പക്ഷെ ബാലകൃഷ്ണപിള്ളയായിരുന്നു അവിടെ CPM-നെയും ഈ മണ്ഡലത്തെയും തമ്മിൽ അകറ്റിയ ഒരു പ്രധാന ഘടകം. പിന്നീട് കാലാന്തരത്തിൽ ബാലകൃഷ്ണപിള്ളയും ഇടതുകൊണ്ട് ഭാഗമായി മാറിയതൊക്കെ ചരിത്രമാണ്. ഏതായാലും കൊട്ടാരക്കരയിൽ തവണ ഈ കൂറുമാറ്റം ചർച്ച ചെയ്യപ്പെടുമെന്ന് ഉറപ്പാണ്. അതിനൊപ്പം ഇവിടത്തെ ബലാബലവും കണ്ടറിയണം. യെസ്, എന്തായാലും കൊട്ടാരക്കര പറയാൻ പോകുന്ന രാഷ്ട്രീയമാണ് ഞങ്ങൾ പരിശോധിക്കുന്നത്. കൊട്ടാരക്കര നഗരമധ്യത്തിൽ നഗരത്തിന്റെ എല്ലാ പ്രാധാന്യവുമുള്ള ഈ മണ്ഡലത്തിന്റെ എല്ലാ പ്രത്യേകതകളുമുള്ള വോട്ടർമാർക്കൊപ്പം സാധാരണ പാർട്ടി പ്രവർത്തകർക്കൊപ്പമാണ് ഈ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത്. കൊട്ടാരക്കര ഗണപതി ഞങ്ങൾക്ക് പിന്നിലായി കാണാനുണ്ട്. എന്തായാലും ഈ ഒരു രാഷ്ട്രീയം പറയുമ്പോൾ ഈ ഒരു ഇടം തന്നെ തെരഞ്ഞെടുക്കുന്നതും അതുകൊണ്ട് കൂടിയാണ്. എന്തായാലും കൊട്ടാരക്കരയിലെ വോട്ടർമാരും സാധാരണ പാർട്ടി പ്രവർത്തകർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. കൊട്ടാരക്കരയെ കുറിച്ച് പറയുമ്പോൾ നേരത്തെ ഞങ്ങൾ തുടക്കത്തിൽ സൂചിപ്പിച്ചു, ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വലിയ വേരോട്ടമുള്ള ഇടമാണ്. പഞ്ചായത്തുകൾ, ഗ്രാമനഗര മേഖലകളൊക്കെ ഉൾപ്പെടുന്ന ഇടമാണ്. ഒരുപക്ഷെ കേരളത്തിന്റെ മറ്റ് നഗരമണ്ഡലങ്ങളെയൊക്കെ അപേക്ഷിച്ചുകൊണ്ട് സാധാരണ പ്രശ്നങ്ങൾ ഏറ്റവും അധികം ബാധിക്കപ്പെടുന്ന ഇടമാണ്. കുടിവെള്ളം പോലെയുള്ള സാധാരണ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ എത്ര കണ്ട് ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്, അത് എത്ര കണ്ട് പ്രതിഫലിക്കപ്പെട്ടു എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കാം, നോക്കുകയും ചെയ്യാം. ഇതാണ് എന്തായാലും കൊട്ടാരക്കരയെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആരും നമുക്ക് ആളുകളിലേക്ക് പോകാം, അവരുടെ അഭിപ്രായം അറിയാം. CPM-ന്റെ ഏരിയ സെക്രട്ടറി ജോൺസൺ അല്ലേ, അദ്ദേഹമാണ് ഇവിടെ നമുക്കിപ്പം. അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വലിയ തിരക്കുകളിലാണ്. കാരണം ഒരു ഏരിയ സെക്രട്ടറി എത്രത്തോളം ഉത്തരവാദിത്തം ഈ സമയത്തുണ്ടെന്നറിയാം. എന്നാൽ പോലും എന്തു പറഞ്ഞാണ് ഇത്തവണ വോട്ട് പിടിക്കുന്നത്? കാരണം തുടർച്ചയായി ഇടതുമുന്നണി ജയിക്കുന്ന മണ്ഡലമാണ് 2006 ശേഷം. എന്തു പറഞ്ഞാണ് ഇത്തവണ വോട്ട് പിടിക്കുന്നത്? കൊട്ടാരക്കര മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ശക്തമായ അടിത്തറയുള്ള മണ്ഡലമാണ്. ആ ശക്തമായ അടിത്തറയും കൊട്ടാരക്കരയിൽ കഴിഞ്ഞ 5 വർഷക്കാലമായും KN ബാലഗോപാലിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള വലിയ വികസന പ്രവർത്തനങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഒപ്പം തന്നെ ഒരു കാരണവുമില്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും ഇടതുപക്ഷ പ്രസ്ഥാനത്തോടും വിടചൊല്ലി UDF-ന്റെ പാളയത്തിലേക്ക് എത്തിയ ആയിഷ പോറ്റിയെ സംബന്ധിച്ചും ഈ തെരഞ്ഞെടുപ്പിൽ ഗൌരവമായ ചർച്ചയ്ക്ക് വിധേയമാക്കും. BJP-യും വ്യത്യസ്തമല്ല. കഴിഞ്ഞ പ്രാവശ്യം UDF-ന്റെ സ്ഥാനാർത്ഥിയായിരുന്നയാൾ തന്നെയാണ് ഇപ്പോൾ BJP-യുടെ സ്ഥാനാർത്ഥിയായി, NDA-യുടെ സ്ഥാനാർത്ഥിയായി വരുന്നത്. ഈ കാലുമാറ്റവും ഈ കൊട്ടാരക്കരയുടെ വികസനവും ഗൌരവമായ ചർച്ചയ്ക്ക് വിധേയമാക്കും. പൊതുവെ ഈ സംസ്ഥാനത്ത് പൊതുവെ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, അത് എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ച വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, കഴിഞ്ഞ 5 വർഷക്കാലമായി 50,000 കോടിയിലധികം രൂപയുടെ ക്ഷേമ പെൻഷനുകൾ അടക്കം കൊടുത്തത്, വൻകിട വികസന പ്രവർത്തനങ്ങൾ, ചെറുകിട വികസന പ്രവർത്തനങ്ങൾ, എണ്ണിയാലൊടുങ്ങാത്ത വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുള്ളത്. കൊട്ടാരക്കരയിൽ 1350 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 5 വർഷക്കാലമായി കൊട്ടാരക്കരയിൽ നടത്തിയിട്ടുള്ളത്. അതിന്റെ പ്രിന്റ് ചെയ്ത പേപ്പറുകളടക്കം ഞങ്ങൾ നാട്ടിലേക്ക് എത്തിക്കുകയാണ്. ആ വികസനം ഗൌരവമായി ചർച്ച ചെയ്യും. ഈ കാലുമാറ്റത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യും. പൊതുവെ കേരളത്തിന്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളും ചർച്ച ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതാണ് ഞങ്ങൾ ആമുഖമായി സൂചിപ്പിക്കുന്നത്. വികസനവും കാലുമാറ്റവും. അതെ, വികസനവും കാലുമാറ്റവും ഇവിടെ അജണ്ടയാവും. അതായത് ഈ കാലുമാറ്റം ഒരു പ്രധാന വിഷയമാവും തന്നെയാണ്. എന്താണ് ഇത്തവണ ഈ കൊട്ടാരക്കരയിലേക്ക് വരുമ്പോൾ കാലുമാറ്റ വിവാദമാണോ അതോ മണ്ഡലത്തിന്റെ പൊതുവായ വികസന വിഷയമാണോ പ്രധാന ചർച്ച? ഞങ്ങൾ ചർച്ചയാക്കുന്നത്, അല്ലെ ഈ നാട്ടിൽ ജനങ്ങൾ ചർച്ചയാകുന്നത് ഈ നാട്ടിലെ വികസന മുരടിപ്പ്. ഒന്ന്,
ഈ നാട്ടിലെ അഴിമതി രാഷ്ട്രീയം, അക്രമ രാഷ്ട്രീയം. അപ്പോൾ LDF കഴിഞ്ഞ 20 വർഷമായി ഭരിക്കുന്നു. കഴിഞ്ഞ ആദ്യത്തെ 15 കൊല്ലം ഇവിടെ ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഐഷ പോറ്റിയാണ്. അവർ വികസന നായകനൊക്കെ സ്വയം വിളിച്ചിട്ടുണ്ടെങ്കിലും ഈ ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ഈ നാട്ടിലെ ജനങ്ങൾ ചോദിക്കുന്നു. BJP ഐഷ പോറ്റിയെ ലക്ഷ്യമിട്ടിരുന്നു, BJPയിലേക്ക് കൊണ്ടുവരാനൊക്കെ നോക്കിയിരുന്നില്ലേ? ഇല്ല, BJPയിലേക്ക് ആർക്കും സ്വാഗതമുണ്ട്. പക്ഷേ അതിനുള്ള ചർച്ചകൾ നടന്നിട്ടുള്ളതായിരുന്നു. ഒരിക്കലും അല്ല. ഞങ്ങൾ ഇപ്പോ വിചാരിക്കുന്നത് ഞങ്ങൾക്ക് കിട്ടിയ മുത്താണ് രശ്മി ചേച്ചി. ഞങ്ങൾ ആ രശ്മിയിലൂടെ NDA കൊട്ടാരക്കര മണ്ഡലം നേടും. കാരണം 5 വർഷമായി വികസനം ഒന്നുമില്ല. ഐഷ പോറ്റി ഇരുന്നപ്പോഴും ബാലഗോപാൽ 5 വർഷം ഭരിച്ചപ്പോൾ ഈ നാട്ടിലെ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തെ ഗണപതി ക്ഷേത്രം, ആ ക്ഷേത്രത്തിൽ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് വർഷങ്ങളായി പറയുന്നു. കോടികൾ മുടക്കാനുള്ള ഫണ്ടും ഇവിടെ കിടപ്പുണ്ട്. എന്നിട്ട് പോലും ഈ ഒരു കുളം പോലും നവീകരിക്കാൻ പോലും ഈ സർക്കാരിനോ ഈ ഇടതുപക്ഷ MLAക്കോ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ തികച്ചും വികസന മുരടിപ്പാണ് കൊട്ടാരക്കരയിൽ. ധനമന്ത്രിയുടെ മണ്ഡലത്തിൽ കിഫ്ബിയാണ് വികസനത്തിന് എല്ലാ മേന്മയായി സർക്കാർ എടുത്തു കാണുന്നത്. അവിടെ വികസനം ഇല്ലാന്ന് നിങ്ങൾ ആരോപിക്കുന്നു. എന്താ വികസനം? ഈ നാട്ടിൽ ജനങ്ങൾ പറയട്ടെ. ഈ നാട്ടിലെ ജനങ്ങൾ വ്യക്തമായി അവർക്ക് ബോധ്യമുണ്ട്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി സാധാരണക്കാരുടെ അഭയകേന്ദ്രമാണ്. അവിടെ ഒരു അടിസ്ഥാന സംവിധാനങ്ങളുമില്ല, ട്രോമ കെയർ ഇല്ല, ഡോക്ടർമാരില്ല, മരുന്നുകളില്ല, എക്സ്റേ മെഷീൻ ഇല്ല. അപ്പോൾ പൂർണ്ണമായും തകരാറിലായി, പൂർണ്ണമായും കൊട്ടാരക്കര മുരടിച്ചു കഴിഞ്ഞു. അതിന് മാറ്റം വരണമെങ്കിൽ വികസന രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന, വികസനം നടപ്പിലാക്കുന്ന കേന്ദ്ര സർക്കാർ, മോദിജി നടപ്പിലാക്കുന്ന പദ്ധതികളെല്ലാം താഴെത്തട്ടിലെത്തുകയാണ്. അപ്പം ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് നരേന്ദ്രമോദിയുടെ, ഭാരതീയ ജനതാ പാർട്ടിയുടെ, NDAയുടെ വികസന രാഷ്ട്രീയമാണ് ജനങ്ങൾ ചർച്ച ചെയ്യുന്നത്. അത് ഞങ്ങൾക്ക് ഗുണമാകും. അവിടെ നിൽക്കട്ടെ. എന്തായാലും ഇതിന് CPMന്റെ മറുപടി കൂടി അറിയണം. ഈ കൊട്ടാരക്കര ധനമന്ത്രിയുടെ ഏറ്റവും സാധ്യതയുള്ള ഒരു മണ്ഡലമാണ്. പക്ഷേ ആ മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ സംസ്ഥാനത്താകത്തിന് റോഡ് വികസനവും എല്ലാം നടന്നിട്ടുണ്ടാവും. പക്ഷേ ഇവിടുത്തെ അടിസ്ഥാന വിഷയങ്ങൾ പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഇവിടെ ഈ പ്രഖ്യാപനങ്ങളും തറക്കല്ലിടലും അല്ലാതെ ഒരു വികസന പ്രവർത്തനവും കഴിഞ്ഞ 5 വർഷമായി കൊട്ടാരക്കരയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ശ്രീമതി ഐഷ പോറ്റി 15 വർഷം MLA ആയിരുന്നപ്പോൾ നമുക്കറിയാം, തൊട്ടപ്പുറത്താണ് നോക്കിയാൽ കാണാവുന്ന മിനി സിവിൽ സ്റ്റേഷൻ. കൊട്ടാരക്കരയിലെ സർക്കാർ ഓഫീസുകളെല്ലാം പല തട്ടിലായി, പല സ്ഥലങ്ങളിലായി കിടന്നാണ് ചോർന്നൊലിച്ചും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള രീതിയിൽ കിടന്ന സർക്കാർ ഓഫീസുകളെല്ലാം ഒരു കുടക്കീഴിലാക്കിക്കൊണ്ടുള്ള മിനി സിവിൽ സ്റ്റേഷൻ. അതാണ് കൊട്ടാരക്കരയുടെ മുഖച്ഛായ മാറ്റിയ ആദ്യത്തെ വികസനം എന്നുള്ള കാര്യത്തിൽ കൊട്ടാരക്കരക്കാർക്ക് തർക്കമില്ല. അതേപോലെ തന്നെ ഒട്ടനവധി കൊട്ടാരക്കര പുലമൺ ജംഗ്ഷൻ KSRTC ഗാരേജും അവിടുത്തെ വേസ്റ്റുകളും കൊണ്ട് പുലമൺ ടൗൺ എന്ന് പറയുന്നത് വളരെ വൃത്തിഹീനമായിരുന്നു. അതെല്ലാം മാറ്റി അവിടെ ഒരു KSRTC ഷോപ്പിംഗ് കോംപ്ലക്സ് കൊണ്ടുവന്നത് പുലമൺ കൊട്ടാരക്കരയുടെ ഹൃദയഭാഗത്തിന് മാറ്റമുണ്ടാക്കിയത് ഐഷ പോറ്റിയാണ്. അങ്ങനെ CPMന്റെ MLA ആയിരുന്നു. ആയിക്കോട്ടെ, CPMന്റെ MLA ആയിരുന്നു, അതിനെന്താ സംശയം? അത് കഴിഞ്ഞിട്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നു വന്നപ്പോഴും അവർ MLA ആണ്. അസാപ്പ് അതിന്റെ സ്കിൽ പാർക്ക് കുളക്കടയിൽ കൊണ്ടുവന്നു. എത്ര യുവാക്കൾക്ക് ഈ അടുത്ത നാളുകൾ വരെ മറ്റൊരു രാഷ്ട്രീയം പറഞ്ഞ ആളെ കോൺഗ്രസ് ഏറ്റെടുക്കുമ്പോൾ അത് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നില്ല? ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഇവര് കഴിഞ്ഞ 5 വർഷം എല്ലാ വേദികളിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട ഒരു സ്ത്രീയാണ് ശ്രീമതി ഐഷ പോറ്റി. അവർ ഒരു കണ്ടീഷനും വെച്ചോണ്ടല്ല കോൺഗ്രസ് പാർട്ടിയിൽ വന്നത്. പലപ്പോഴും ഞങ്ങൾ സമീപിച്ചപ്പോഴും അവർ പറഞ്ഞത് ഞാൻ കോൺഗ്രസ് വിട്ട് CPM വിട്ട് കോൺഗ്രസിലേക്ക് വരില്ല. 6 മാസം മുമ്പ് ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ ഒരു അനുസ്മരണ സമ്മേളനം ആശ്രയിൽ നടന്നപ്പോൾ പോലും അവിടെ സ്വാഗതപ്രസംഗം ക്ഷണിച്ചപ്പോൾ പറഞ്ഞു ഞാൻ CPMൽ ഇപ്പോഴും CPMകാരിയാണ്, കോൺഗ്രസിൽ ചേരാൻ വന്നതല്ല എന്ന് പരസ്യമായി മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ച് പറഞ്ഞതാണ്. അപ്പൊ ആ 4 അങ്ങനെ അധികാരക്കൊതി ഉണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം സീറ്റ് കൊടുത്തപ്പോഴല്ലേ മാറേണ്ടത്? അന്ന് ഐഷ പോറ്റി ബാലഗോപാലിനെ വിജയിപ്പിക്കണമെന്ന് പറയുന്ന വീഡിയോ ആണ് ഇപ്പോഴും CPM പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവരെപ്പോഴും മാറിയപ്പോൾ പറയുന്ന ചില കാരണങ്ങൾ അത് പൊതുസമൂഹത്തിന് പൊരുത്തപ്പെടാതെ പോകുന്നുണ്ട്. അങ്ങനെ പ്രശ്നമുണ്ടോ? കാരണങ്ങളാണ്. ഒരു കാരണവും പൊരുത്തപ്പെടാതെ പോകത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അവസാനം ബാലഗോപാൽ സഖാവ് എന്ന് പറഞ്ഞത് ഏതോ ഒരു കമ്മീഷനിലും കണ്ടെന്തോ ഒരു ജോലി കൊടുക്കാം, മാഡം കോൺഗ്രസിലൊന്നും പോരുതെന്ന് പറഞ്ഞ് അത്രയേറെ താഴെത്തട്ടിലുള്ള ഒരു നേതാവാണ് ഐഷ പോറ്റി. 2000 പാർട്ടിയിൽ വരുന്നു, ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയാക്കുന്നു, അടുത്ത 15 വർഷം MLA ആകുന്നു, 20 വർഷം. ഇത്രയും ഒരു നേതാവിന് കൊടുത്ത എങ്ങനെയാണ് കുറഞ്ഞു പോകുന്നത്? നിങ്ങൾ ആലോചിക്കണം. R ബാലകൃഷ്ണപിള്ളയെ പോലുള്ള അധികായകനായിരുന്നു കൊട്ടാരക്കരയിൽ MLA മന്ത്രി ദീർഘകാലം 10-35 വർഷം. ആ R ബാലകൃഷ്ണപിള്ളയെ പോലുള്ള ഒരു നേതാവിനെ CPMന്റെ ജോർജ് മാത്യു ഉൾപ്പെടെയുള്ള ഉന്നതരായ നേതാക്കന്മാർ മത്സരിച്ചു പരാജയപ്പെട്ടു, നിരവധി തവണ പരാജയപ്പെട്ടു. ശ്രീ ബാലഗോപാൽ ഉൾപ്പെടെ ഇവിടെ ഇലക്ഷന്റെ ചാർജ് ഏറ്റെടുത്തുകൊണ്ട് നടത്തിയ എല്ലാ അവരുടെ പദ്ധതികളും പരാജയപ്പെട്ടു. അവസാനം R ബാലകൃഷ്ണപിള്ളയെ തോൽപ്പിക്കാൻ ഐഷ പോറ്റി എന്നൊരു സ്ഥാനാർത്ഥി അവർക്ക് കണ്ടെത്തേണ്ടി വന്നു. ആ ഐഷ പോറ്റിയുടെ ജനകീയതയാണ്, ആ ഐഷ പോറ്റി ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നപ്പോഴും ഒക്കെ നടത്തിയ വികസനത്തിന്റെ ആ ഒരൊറ്റ ജനങ്ങളുമായി ബന്ധപ്പെടുന്ന അവരുടെ ഒരു സ്വീകാര്യതയാണ് അവർ MLA ആയത്. അതിനുശേഷം കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ അവരെ ഹാട്രിക് വിജയം നേടാൻ അവരെ സഹായിച്ചു. ശരിയല്ലേ? ഈ ഐഷ പോറ്റി എന്നൊരു വ്യക്തി സമാഹരിച്ച ഒരു വലിയ പിന്തുണയല്ലേ ഇവിടെ ബാലകൃഷ്ണപിള്ളയെ അട്ടിമറിക്കാൻ ഇടയാക്കിയത്? അപ്പോൾ ഐഷ പോറ്റി മറുചേരിയിൽ നിൽക്കുമ്പോൾ തിരിച്ചടി ഉണ്ടാക്കില്ലേ?
ബാലകൃഷ്ണപിള്ള സാറിനെ അട്ടിമറിച്ചു എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വലിയ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണുള്ളത്. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. ഇവിടെ സിവിൽ സ്റ്റേഷന്റെ കാര്യം അടക്കം ബഹുമാനപ്പെട്ട ശ്രീ ഹരികുമാർ പറഞ്ഞല്ലോ. എന്താ സിവിൽ സ്റ്റേഷനിൽ സംഭവിച്ചത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി 2006 ശ്രീമതി ഐഷ പോറ്റി ജയിച്ച് വന്നപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദനായിരുന്നു. ആ സമയത്താണ് കൊട്ടാരക്കര സിവിൽ സ്റ്റേഷൻ അനുവദിച്ചത്. 2011 ഇറങ്ങുമ്പോൾ അവിടെ തറക്കല്ലിട്ടിട്ടാണ് ഇറങ്ങിയത്. 2011 മുതൽ 16 വരെ കേരളത്തിന്റെ ഭരണം UDFന്റെ കയ്യിലായിരുന്നു. ഇട്ട കല്ലിന്റെ പുറത്ത് ഒരു കല്ലെങ്കിലും വെക്കാൻ ഐഷ പോറ്റി അടക്കം അന്നത്തെ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ അതിനെക്കുറിച്ച് ഊറ്റം കൊള്ളുകയാണ് കോൺഗ്രസുകാർ. ഒരു നാണവുമില്ലാതെ ഊറ്റം കൊള്ളുകയാണ്. ഇടതുപക്ഷത്തിന്റെ ഭാഗമാണ്. അതെ, ഇടതുപക്ഷത്തിന്റെ ഭാഗമായിരുന്ന സാഹചര്യത്തിൽ രണ്ടാമത് ജയിക്കുമ്പോൾ UDFന്റെ ഭാഗമാണ്. ആ സമയത്ത് UDFന്റെ ഗവൺമെന്റ് കൊട്ടാരക്കരയെ ദ്രോഹിക്കാവുന്നതിന്റെ പരമാവധി ദ്രോഹിച്ചു. എന്നാൽ 2006 ശേഷം വീണ്ടും ജയിച്ചു വരുമ്പോൾ 2011 വീണ്ടും പിന്നെ തുടർന്ന് വരുന്ന പിണറായി ഗവൺമെന്റ് കാലയളവിലാണ് ഇവിടെ ഈ സംഭവങ്ങളും വികസനങ്ങളും എല്ലാം നടന്നിട്ടുള്ളതെന്ന് വസ്തുതയല്ലേ. ഇവിടെ നടന്നിട്ടുള്ള വികസനങ്ങൾ എന്തെല്ലാമാണ്? ഒന്നിന്റെയും കാര്യം പറയുന്നില്ല. കൊച്ചു കുട്ടികൾ മുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുതൽ തൊഴിലവസരങ്ങൾ വരെ സൃഷ്ടിക്കുന്ന ഏറ്റവും സമഗ്രമായ വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഐഷ പോറ്റി എന്തുകൊണ്ട് രാഷ്ട്രീയം മാറി എന്ന ചോദ്യത്തിന് ഒരുപക്ഷെ ഏറ്റവും ഉത്തരം പറയാൻ പറ്റുന്നത് ഇവിടെ നിൽക്കുന്ന നിങ്ങളൊക്കെ തന്നെയാണ്. കാരണം കൊട്ടാരക്കര പ്രാദേശികമായി എന്ത് സംഭവിച്ചതെന്ന് നിങ്ങൾക്കാണ് വിശദീകരിക്കാൻ പറ്റുന്നത്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? ഐഷ പോറ്റി പറയുന്നത് അവരെ പാർട്ടി നിരന്തരമായി അവഗണിച്ചു എന്നതാണ്. എന്താണ് പാർട്ടിയുമായി ഒരു ഉടക്കി മാറുന്നതിന് കാരണം? കേരളത്തിലെയും കൊട്ടാരക്കരയിലെയും ജനങ്ങൾ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം താങ്കൾ ചോദിച്ച ചോദ്യം തന്നെയാണ്. എന്തിന് ഐഷ പോറ്റി പാർട്ടി മാറി? പല കാരണങ്ങൾ പറയുന്നു. ഒന്ന്, കാറ് കിട്ടാത്തതിന്റെ പേരിൽ. ഇവിടെ ഏതാണ്ട് വേറൊരു ന്യായത്തിന്റെ കാര്യം പറയുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ ഒരു പാർട്ടിയിൽ ആദ്യം മത്സരിച്ച് അവിടെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാക്കി, തുടർന്ന് തന്നെ 3 തവണ MLA ആക്കി, അവർക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം കൊടുത്തു. സംഘടനാ രംഗത്ത് സ്പേസ് ഇല്ല എന്നാണ് അവർ പറയുന്നത്. എവിടെയാ സ്പേസ് കൊടുക്കാഞ്ഞത്? CPIMന്റെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു അവർ ഈ അടുത്ത കാലം വരെ. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്നു അവർ. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയന്റെ സംസ്ഥാന ട്രഷറായിരുന്നു അവർ. അതിനോടൊപ്പം തന്നെ കേരള ബാർ കൌൺസിൽ അംഗമായിരുന്നു. ഈ കാലഘട്ടത്തിലെല്ലാം അധികാരത്തിന് വേണ്ടി വല്ലാത്ത വ്യഗ്രത കാണിച്ചൊരു സ്ത്രീയാണ് അവരെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പൊ അവർ പറയുന്ന കാര്യം എന്താ? സുഹൃത്തുക്കളെ, ആള് മാറിയില്ല, പക്ഷേ ചിഹ്നം മാത്രം മാറി. എന്തൊരു നാണം കെട്ട വർത്താനമാണ് ഈ സ്ത്രീ പറയുന്നത്. എന്ത് നാണം കെട്ട വർത്തമാനം! ആളിന് എപ്പോഴും മാറ്റാൻ കഴിയുന്നതാണോ ചിഹ്നം? ആളുകൾക്ക് മാറ്റാൻ കഴിയുന്ന ലേബലാണോ പാർട്ടി? അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് പോകുന്ന ഈ ബഹുമാനപ്പെട്ട ഐഷ പോറ്റിയോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്തിനീ പാർട്ടി മാറി? അവർ പറയട്ടെ. അവർക്ക് സ്പേസ് കൊടുക്കാതെ ഏത് മേഖലയിലാണ്? സാധാരണഗതിയിൽ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പാർട്ടി ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്തുന്നത് 10-40 വർഷക്കാലം പ്രവർത്തിക്കുകയും പോലീസ് പീഡനങ്ങളേൽക്കുകയും പോലീസിൽ പ്രതിയാകുകയും ദീർഘമായ പ്രവർത്തനത്തിന്റെയും അനന്തരഫലമായി പാർട്ടി ഞങ്ങളെ അംഗീകരിക്കുമ്പോഴാണ്. ശ്രീമതി ഐഷ പോറ്റി നാളിതുവരെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ മുന്നണി പോരാളിയായിട്ട് നിന്നിട്ടില്ല. അവർ കേസിൽ പ്രതിയായിട്ടുണ്ടോ? അവർ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വന്നിട്ടുണ്ടോ? അവർ വിചാരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് പാർലമെന്ററി രംഗത്തുള്ള പ്രവർത്തനം മാത്രമാണെന്ന് ധരിച്ചാൽ അതല്ല ജനകീയ പ്രവർത്തനം, അതല്ല രാഷ്ട്രീയ പ്രവർത്തനമെന്ന് അവർക്ക് ബോധ്യപ്പെടാൻ പോവുകയാണ്. ഒറ്റുകാരിയുടെ റോളിലേക്ക് ഐഷ പോറ്റി ഈ കൊട്ടാരക്കരയിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. സാർ, അതുതന്നെയാണ് ഈ കാലുമാറ്റം തന്നെയാണ് ഇപ്പോൾ ഇവർ ചർച്ചയാക്കുന്നത്. BJPക്കും അതിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. കാരണം BJP സ്ഥാനാർത്ഥിയും കഴിഞ്ഞ തവണ ഇവിടെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച ആളാണ്. എന്താണ് അതിൽ നിങ്ങൾക്ക് ഒരു മറുപടി? തീർച്ചയായും അവർ സഹി കെട്ടിട്ടാണ് കോൺഗ്രസ് വിട്ടിട്ടുള്ളത്. കഴിഞ്ഞ ഒരു പ്രോഗ്രാമിൽ കൃത്യമായി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുള്ള അവഗണന, കൃത്യമായിട്ടുള്ള ആക്ഷേപം പൊതുജന മധ്യത്തിൽ വെച്ച് തന്നെ അവരെ പച്ചയ്ക്ക് ആക്ഷേപിച്ച സാഹചര്യം ഉണ്ടായി. അതോടൊപ്പം അവർ പറഞ്ഞു അവർ കുറെ നാളായി മാനസികമായി തകർന്നിരിക്കുകയാണ്. അതോടൊപ്പം നരേന്ദ്രമോദി വികസന രാഷ്ട്രീയയുടെ ആകർഷിച്ചിട്ടാണ് അവർ ഭാരതീയ ജനതാ പാർട്ടിയിൽ വന്നിട്ടുള്ളത്. സഹിയിട്ടവരെ മാത്രം എടുക്കുകയാണോ, അല്ലെങ്കിൽ ഈ മറ്റു പാർട്ടിയിൽ ആര് വന്നാലും എടുക്കാൻ തയ്യാർ, അങ്ങനെയാണോ BJPയുടെ? അങ്ങനെ മറ്റു പാർട്ടിയിൽ ആര് വന്നാലും BJPയിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യും. എല്ലാ പാർട്ടിക്കാർക്കും BJPയിലേക്ക് സ്വാഗതം ചെയ്യുന്നതാണ്. ഈ ഒറ്റുകാരെന്ന ഒരു ലേബൽ അവർക്കും. ഒറ്റുകാരെന്ന് പറഞ്ഞത് ഇപ്പൊ ഇവിടെ പറഞ്ഞത് ബഹുമാനപ്പെട്ട CPMന്റെ നേതാവാണ്. ഇവിടെ നിന്ന് ആരെയും ഒറ്റുകാരെന്ന് പറഞ്ഞില്ല. രാഷ്ട്രീയം എന്നത് ആദർശത്തിന്റെ ഭാഗമാണ്. കാലുമാറ്റമൊക്കെ ആദർശത്തിന്റെ ഭാഗമാണ്. കാലുമാറ്റം ആദർശത്തിന്റെ ഭാഗമാണെന്നല്ല, സഹി കെട്ടിട്ടാണ് വന്നതെന്ന് മണ്ഡലം പ്രസിഡന്റ് അതിനെക്കുറിച്ച് കൃത്യമായി വിവരിച്ചു കഴിഞ്ഞു. ശരി, ചില വനിതാ പ്രതിനിധികൾ കൂടി ഉണ്ടല്ലോ ഇവിടെ. ഈ കൂറുമാറ്റം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ MLAയുടെ പെർഫോമൻസ് ഒക്കെ വിലയിരുത്തുന്ന സ്ഥലമാണ്. അപ്പോൾ കൂറുമാറ്റത്തിന്റെ രാഷ്ട്രീയമാണോ നിങ്ങൾ പ്രധാനമായി ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതിലൊരു കൂറുമാറ്റ രശ്മിയുടെ ഇതിന് തന്നെ മറുപടി പറയാം. എന്റെ കൂടെ ദീർഘകാലം മഹിളാ കോൺഗ്രസിൽ ഇരുന്നൊരു വ്യക്തിയാണ്. അവരെ ആരും ആ പാർട്ടിക്കകത്ത് കൊടുക്കാവുന്ന എല്ലാ പരിഗണനയും കൊടുത്ത് ചേർത്ത് നിർത്തിയ ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. പക്ഷേ
ഐഷാപ്പൊറ്റി മാഡം അതേപോലെ 5 വർഷം ഞങ്ങൾ കണ്ടിട്ടേ ഇല്ലേ മാഡത്തിന്. അപ്പം ആ ഒരു ഇതുകൊണ്ടായിരിക്കാം നിന്നത്. രശ്മി തലേ ദിവസം പോലും പാർട്ടി പരിപാടിയിൽ പങ്കെടുത്തതിന്റെ പിറ്റേന്നാണ് രശ്മി ചുവടുമാറ്റം നടത്തിയത്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ മണ്ഡലത്തെ പൊതുവായി ഇപ്പം കൂറുമാറ്റ രാഷ്ട്രീയത്തിനപ്പുറം നിരവധി അടിസ്ഥാന പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. കാരണം ഈ കൊട്ടാരക്കര ടൗണിനപ്പുറത്തേക്ക് പോയ പൂർണ്ണമായും ഗ്രാമമേഖലകളാണ്, പഞ്ചായത്ത് മേഖലകളൊക്കെയാണ്. അപ്പം അവിടുത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അത് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ അഡ്രസ് ചെയ്യാൻ മുന്നോട്ട് വെക്കുന്നുണ്ട്? പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നമ്മുടെ പ്രശ്നങ്ങൾ അത് ഐഷാപ്പൊറ്റി മാഡം നമ്മുടെ കോൺഗ്രസിലേക്ക് വന്നത് ഈ പറഞ്ഞതുപോലെ ഐഷാപ്പൊറ്റി മാഡം തന്നെ പറഞ്ഞതാണ്, പാർട്ടിയിൽ സംഘടനാ പ്രവർത്തനം മാത്രം മതി, അല്ലാതെ മുൻനിരയിലേക്ക് വരണ്ട എന്നുള്ള ഒരു രീതി ഐഷാപ്പൊറ്റി മാഡത്തിനോട് കാണിച്ചു. അതുകൊണ്ടാണ് നമ്മൾ കോൺഗ്രസിലേക്ക് വന്നത് എന്ന് മാഡം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതൊരു കൂറുമാറ്റം ഇതാണെന്ന് പറയുന്നില്ല. പിന്നെ രശ്മി മാഡം ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ യാതൊരു അവഗണനയും രശ്മി മാഡത്തിനോട് കാണിച്ചിട്ടില്ല. ഈ പുതുയുഗ യാത്ര തുടങ്ങിയ പോലും കോൺഗ്രസിൽ നിന്നതാണ്. പിന്നെ വന്നുകൊണ്ടല്ലേ രശ്മി പോയത്? അല്ല ആയിഷ, അത് രശ്മി മെമ്പർക്കേ അറിയാവൂ. കാരണം ഞങ്ങൾ ഒരു താഴ്ചയും കൊടുത്തിട്ടില്ല. മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. അതുപോലെ ഞങ്ങൾ ചേർത്ത് പിടിച്ച, ഞങ്ങളുടെ നേതാവായിട്ട് തന്നെ ഞങ്ങൾ ചേർത്ത് പിടിച്ച ആളാണ്. ഞങ്ങൾ ഒരിക്കലും തഴഞ്ഞിട്ടില്ല. കോൺഗ്രസ് പ്രസ്ഥാനം അവരെ തഴഞ്ഞിട്ടേയില്ല. പക്ഷെ ഈ പറഞ്ഞതുപോലെ ഐഷാപ്പൊറ്റി മാഡത്തിനെ ഞങ്ങൾ ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് യാതൊരു പ്രോഗ്രാമിലോ യാതൊരു രീതിയിലും ഞങ്ങൾ കണ്ടിട്ടില്ല. അത് മാഡം തന്നെ പറഞ്ഞതാണ്, സംഘടനാ പ്രവർത്തനം മാത്രം മതി. പിന്നെ ഗ്രാമീണ തലങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒരു ജനകീയമായ നേതാവ് തന്നെയാണ് ഐഷാപ്പൊറ്റി മാഡം. അത് നമ്മൾ നേരത്തെ MLA ആയിട്ട് ഇരുന്നപ്പോഴും അന്ന് ഞാനൊരു വാർഡ് മെമ്പർ ആയിരുന്നു ഉമ്മന്നൂർ പഞ്ചായത്തിന്റെ. അപ്പോൾ തന്നെ നമ്മൾ ഏത് കാര്യം പറഞ്ഞാലും അവിടെ പാർട്ടി നോക്കാതെയും ആൾക്കാരെ നോക്കാതെയും എല്ലാം പ്രതികരിച്ച ഒരു MLA കൂടിയാണ്. അതിന് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി, ഈ കൊട്ടാരക്കരയുടെ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുത്തെ കൂറുമാറ്റമാണ് മുഖ്യ വിഷയം. ഒരുപക്ഷെ രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നോട്ട് പറയാൻ പറ്റുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്നതാണ്. പക്ഷെ അതിനുമപ്പുറം കൊട്ടാരക്കര അടുത്തിടെ ചർച്ച ചെയ്യപ്പെട്ടത് നമുക്കറിയാം, ഡോക്ടർ വന്ദനാദാസിന്റെ വധക്കേസുമായി ബന്ധപ്പെട്ട് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയും വാദങ്ങളൊക്കെ ഏറെ ചർച്ച ചെയ്തതാണ്. ഒപ്പോഴാണ് ഞാൻ സൂചിപ്പിച്ച ഈ കുടിവെള്ള പ്രശ്നം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഈ ഇവിടുത്തെ ആശുപത്രിയുടെ നവീകരണം, കേരളത്തിൽ ആശുപത്രികൾ വേണ്ടത്ര സുരക്ഷ വേണം, അങ്ങനെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് കൊട്ടാരക്കരയിലെ എന്ന സംഭവത്തെ തുടർന്നാണ്. ഇപ്പോൾ ഈ കൊട്ടാരക്കര ആശുപത്രിയുടെ അവസ്ഥ എങ്ങനെയാണ്? പഴയതിലും ശോചനീയം തന്നെയാണ്. ആവശ്യമുള്ള ഡോക്ടർമാരൊന്നുമില്ല. രാത്രിയിൽ ഒരു OP ചെന്നാൽ ഒരു ഡോക്ടറില്ല. വേണ്ട വിധത്തിൽ ഇപ്പൊ പാമ്പ് കടിയേറ്റ് എന്ത് ആക്സിഡന്റ് ആയിട്ട് ചെന്ന് എല്ലാം വിടുവാണ്, മെഡിക്കൽ കോളേജിലോട്ട് വിടുവാണ്. പഴയതിലും ശോചനീയം തന്നെയാണ്. അതുപോലെ തന്നെ മോർച്ചറി, BJP കഴിഞ്ഞ കാലങ്ങളെ കുറെ നാളായിട്ട് സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മോർച്ചറി. അതുപോലും നേരാവണ്ണം അവിടെ നടക്കുന്നില്ല. എന്തായാലും ഇത്തരം ഈ ആശുപത്രിയുടെ പ്രശ്നങ്ങളടക്കം ചർച്ച ചെയ്യപ്പെടുന്ന രാഷ്ട്രീയം പറയാനുള്ള വേദി കൂടിയായി ഈ കൊട്ടാരക്കരയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറുന്നു എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. നമുക്ക് ഈ കൊട്ടാരക്കരയുടെ രാഷ്ട്രീയം പറയുമ്പോൾ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്ത് പൊതുരാഷ്ട്രീയത്തിനും അപ്പുറം അവിടുത്തെ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടും. നിങ്ങൾക്ക് പറയാനുള്ളത് ഈ കൂറുമാറ്റം അതല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ പൊതുരാഷ്ട്രീയത്തിനപ്പുറം മറ്റു വിഷയങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഉദാഹരണം ഇവിടെ ഞാൻ ആദ്യം ബഹുമാനപ്പെട്ട ജോൺസൺ അവർ പറഞ്ഞ ഒരു കാര്യം, ഐഷാപ്പൊറ്റി കേസിൽ പ്രതിയായിട്ടില്ല എന്ന് പറയുന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത്, വി ശിവൻകുട്ടിയെ പോലെ പ്രവർത്തിക്കണമെന്നാണോ അദ്ദേഹം പാർട്ടി ആഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ശ്രീ വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ നിയമസഭയ്ക്കകത്ത് KM മാണി ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ നടത്തിയ അക്രമം കേരളത്തിലെ ജനങ്ങളെല്ലാം കണ്ടതാണ്. അന്ന് ജമീല പ്രകാശ് ഉൾപ്പെടെ ലതിക ഉൾപ്പെടെയുള്ള MLA മാർ മുഖ്യമന്ത്രിയുടെ നേരെ പാഞ്ഞെടുക്കുകയും ആക്രമിക്കുകയും ചെയ്ത സംഭവം നമ്മൾ കണ്ടു. പക്ഷെ അന്നും വളരെ സൗമ്യമായി മാറി നിന്ന് ഇതിലൊന്നും പങ്കെടുക്കാതെ മാറി നിന്ന് ഐഷാപ്പൊറ്റിയും കേരളത്തിലെ ജനവും കൊട്ടാരക്കരയിലെ ജനവും കണ്ടതാണ്. അപ്പൊ ഐഷാപ്പൊറ്റിയുടെ സ്വാഭാവികമായ സ്വഭാവം അതാണെന്നുള്ളത് കൊട്ടാരക്കരക്കാർക്ക് അറിയാം. പിന്നെ വികസന പ്രവർത്തനങ്ങളുടെ കാര്യം, കൊട്ടാരക്കരയിലെ കാര്യം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കൊട്ടാരക്കരയിലെ സ്ഥാനാർത്ഥി കേരളത്തിന്റെ ധനകാര്യമന്ത്രിയാണ്. 6000 കോടി രൂപ കടക്കാരാക്കി നമ്മളെ ഓരോരുത്തരെയും കടക്കാരാക്കാൻ പ്രധാനപ്പെട്ട കാരണക്കാരൻ ഒരുപക്ഷെ ശ്രീ KN ബാലഗോപാലന്റെ ധനകാര്യ വകുപ്പിന്റെ പിടിപ്പുകേട് കൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്കറിയാം, ഇവിടെ ഇപ്പം നരേന്ദ്രമോദി ദിവസവും ഡീസലിനും പെട്രോൾ ഇന്ധന വില ഇങ്ങനെ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ മുകളിൽ 2% സെസ്സും കൂടെ ഏർപ്പെടുത്തിയിട്ട് സാമൂഹ്യ പെൻഷൻ, സുരക്ഷാ പെൻഷന് വേണ്ടിയാണെന്നാണ് ഇവർ പറഞ്ഞത്. പക്ഷെ ആ സുരക്ഷാ പെൻഷൻ അന്ന് അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. ഇപ്പൊ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് 2 മാസത്തെ ഇപ്പൊ ഈ മാസമാണ് അവർ കൊടുക്കുന്നത്. അപ്പം ഏതൊക്കെ രീതിയിൽ ജനങ്ങളുടെ പോക്കറ്റ് ഊറ്റാമോ ആ രീതിയിൽ ഊറ്റിക്കൊണ്ടിരിക്കുന്ന ധനകാര്യമന്ത്രിയാണ് കേരളത്തിലുള്ളത്. കേരളം ഇന്നൊരു വാർദ്ധക്യ സംസ്ഥാനമായി മാറി. ഇവിടെ പിൻവാതിൽ നിയമനം, അതേപോലെ തന്നെ യുവാക്കൾ നാട് വിട്ടു പോകുന്നു.
ഇവിടെ അച്ഛനും അമ്മമാരും മാത്രം വീട്ടിലുള്ള ഒരു സംസ്ഥാനമായി മാറി. അതൊക്കെ ഈ സംസ്ഥാനത്തെ സർക്കാരിനെതിരെ ഒരു വലിയൊരു ആന്റി ഇൻകംബൻസി ഇന്ന് സംസ്ഥാനത്തുണ്ട്. അത് കൊട്ടാരക്കരയിലും ഉണ്ട്. കൊട്ടാരക്കര ഇപ്പൊ ഒരു ഇടതുപക്ഷത്തിന്റെ കോട്ടയാണെന്ന് പറഞ്ഞു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മിക്കതവർക്ക് കിട്ടിയിട്ടും UDF LDF തമ്മിലുള്ള വ്യത്യാസം ഇപ്പോഴും 10,000 വോട്ടേ ഉള്ളൂ. 10,000 വോട്ടേ ഉള്ളൂ. അത് ഐഷാ പോറ്റിയുടെ പേഴ്സണൽ വോട്ടും ഈ സർക്കാരിന്റെ ആന്റി ഇൻകംബൻസിയും കൊണ്ട് അത് മറികടക്കുമെന്നുള്ളത് യാതൊരു സംശയം വേണ്ട. ഐഷാ പോറ്റിയുടെ വികസനങ്ങളൊന്നും പ്രഖ്യാപനങ്ങളല്ല, നേർക്കാഴ്ചകളാണ്. ഈ താണ്ട് ഇപ്പൊ ഈ ഗണപതി അമ്പലത്തിലെ ക്ഷേത്രക്കുളം ഇത് പായൽ പിടിച്ച് കിടന്നാണ്. ഇത് പുനരുദ്ധരിച്ചത് 50 ലക്ഷം രൂപ ടൂറിസം വകുപ്പിൽ അവർ MLA ആയിരിക്കുമ്പോഴാണ്. വളരെ അഭിമാനത്തോടെ ഞങ്ങൾക്ക് അത് പറയാൻ കഴിയും. അങ്ങനെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിരുന്നപ്പോൾ അവർ നടത്തിയ പ്രവർത്തനങ്ങൾ ഇടതുപക്ഷത്തിന്റെ ഭാഗമായാൽ ജനപ്രതിനിധി അല്ലേ? അവര് മന്ത്രി, ധനകാര്യമന്ത്രിയും ഐഷാ പോറ്റി MLA കൂടെ ഒരേ ത്രാസിൽ ബഹുമാനപ്പെട്ട ആൾക്കാർ തൂക്കം ചെയ്യരുത്. അവർ 15 വർഷം ഒരു അധികാര കേന്ദ്രത്തിലുള്ള ആളല്ല. വെറും ഒരു MLA ആണ്. കേരളത്തിന്റെ ധനകാര്യമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ തൊട്ടടുത്ത് നിൽക്കുന്ന മന്ത്രി കഴിഞ്ഞ 4.5 വർഷം യഥാർത്ഥത്തിൽ ഇവിടെ അദ്ദേഹം കുംഭകർണനെ പോലെ ഉറങ്ങുമായിരുന്നു എന്നുള്ളതാണ്. ചെറിയൊരു മറുപടി കൂടെ എടുത്ത് നമുക്ക് അവസാനിപ്പിക്കാം. എന്താണ് കുംഭകർണനെ പോലെ ഉറങ്ങുന്നത്? മാത്രമല്ല ഏറ്റവും സാധ്യതയുള്ള മുഖ്യമന്ത്രിക്ക് ശേഷം ഒരു മന്ത്രിസഭയിൽ അധികാരം സാമ്പത്തികം പ്രയോഗിക്കാൻ ശേഷിയുള്ള ഒരു വ്യക്തിയാണ് ഇവിടുത്തെ MLA. കൊട്ടാരക്കര എന്ന് പറയുന്നത് 7 പഞ്ചായത്ത് ഒരു മുനിസിപ്പാലിറ്റിയും അടങ്ങുന്നതാണ്. 7 പഞ്ചായത്തിലും ഈ മുനിസിപ്പാലിറ്റിയിലുള്ള ഏതെങ്കിലും PWD റോഡുകൾ ഇനി BMVC നിലവാരത്തിൽ വരാനുണ്ടോ? കൊട്ടാരക്കരയിലെ ഏതെങ്കിലും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ ഇനിയും മെച്ചപ്പെടാനുണ്ടോ? ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന ആ വിദ്യാഭ്യാസ സമുച്ചയം താലൂക്ക് ആശുപത്രി 65 കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് നടക്കിയിട്ടുള്ളത്. ആദ്യത്തെ ഘട്ടം മുന്നിൽ ഉദ്ഘാടനം കഴിഞ്ഞു. അത് അദ്ദേഹം മനസ്സിലാക്കാനിട്ടാണ്. രണ്ടാമത്തെ ഘട്ടത്തിന്റെ 4ാമത്തെ നിലയിലേക്കുള്ള കോൺക്രീറ്റും കഴിഞ്ഞു. 36ലധികം വരുന്ന ഡോക്ടർമാർ, ഇവിടെ ആരംഭിച്ചിട്ടുള്ള പുതുതായി വന്നിട്ടുള്ള നഴ്സിംഗ് കോളേജ്, BSc നഴ്സിംഗ് കോളേജ്, ഇവിടെ ആരംഭിച്ചിട്ടുള്ള ബാക്കിയുള്ള കോളേജുകൾ, IHRD കോളേജ്, IHRD ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അതേപോലെയുള്ള നിരവധി വികസന പ്രവർത്തനങ്ങളല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ കൊട്ടാരക്കരയിൽ എത്ര സസ്യ മാർക്കറ്റുകൾ, പാവത്തുങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി സസ്യ മാർക്കറ്റുകൾ എത്ര ഉദ്ഘാടനം ചെയ്തെന്ന് ആലോചിച്ച് നോക്കൂ. ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി, ഈ കോട്ട പൊളിയോ? ഒരു കോട്ട പൊളിക്കുമെന്ന് പറയാം. ആര് പൊളിക്കുമെന്നായി പറയുന്നത്? UDF പറയുന്നത് പൊളിക്കുന്നു, BJP പറയുന്നത്. ഇവിടെ കോട്ട പൊളിയുന്നില്ല എന്ന് മാത്രമല്ല, കുറെ കൂടി ശക്തമായി ഉയർന്നു വന്ന KN ബാലഗോപാലിന്റെ ഭൂരിപക്ഷം കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ 11,000-ഓളം വോട്ടിൽ നിന്നും അപ്പുറത്തേക്ക് 25,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ രീതിയിലുള്ള വളരെ കുറ്റമറ്റ സംഘടനാ പ്രവർത്തനമാണ് LDF കൊട്ടാരക്കരയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു CPM ഒരു ചോദ്യം കൂടിയുണ്ട്. ഒരു പക്ഷേ കേരളത്തിൽ പ്രേക്ഷകരും എല്ലാവരും കാത്തു നിൽക്കുന്ന ഒരു ചോദ്യം കൂടിയാവാം. ഐഷാ പോറ്റി നിങ്ങൾ ഇന്ന് അകന്നു പോകുന്നു എന്ന കാര്യം നിങ്ങൾക്ക് നേരത്തെ സൂചന ഉണ്ടായിരുന്നു? തീർച്ചയായും അവർ പല ഘട്ടങ്ങളിലും ഞങ്ങളോടൊപ്പം സഹകരിച്ചിരുന്നില്ല. ഞങ്ങൾ എല്ലാ പരിപാടികളും അവരെ അറിയിക്കാൻ ചെല്ലുമ്പോഴെല്ലാം അവർ പറയുന്ന ഒറ്റക്കാര്യമുള്ളൂ, അവർക്ക് നടുവേദനയാണ്, വ്യക്തിപരമായ ബുദ്ധിമുട്ടുകളുണ്ട്, ഡ്രൈവർ ഇല്ല എന്നുള്ള ഇതെല്ലാം പരിഹരിച്ച് ഒരു സുപ്രഭാതത്തിൽ ഞങ്ങൾ കാണുന്നത് കോൺഗ്രസിന്റെ ഒരു കൂടാരത്തിൽ, കോൺഗ്രസിന്റെ ഒരു പരിപാടിയിൽ തിരുവനന്തപുരത്ത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ മധ്യത്തിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിന് 4 ദിവസത്തിന് മുമ്പും ഞാനടക്കമുള്ള എല്ലാവരും ഈ ഐഷാ പോറ്റി സഖാവിനെ നേരിട്ട് പോയി കണ്ട് സംസാരിച്ചതിന് ശേഷം പറഞ്ഞു, നിങ്ങൾ ഈ പ്രസ്ഥാനവുമായി സഹകരിച്ച് വരണം, തയ്യാറാവണം. എന്തായിരുന്നു അവരുടെ മനസ്സിൽ എന്ന് നോക്കിയാൽ എന്തായാലും പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇത്ര കുടില ബുദ്ധിയോടുകൂടി ഈ പ്രസ്ഥാനത്തെ തള്ളിക്കളഞ്ഞ ശ്രീമതി ഐഷാ പോറ്റിയെ കൊട്ടാരക്കരയിലെ ജനങ്ങൾ ഒരു പാഠം പഠിപ്പിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതേപോലെ തന്നെ കോൺഗ്രസിൽ നിന്ന് മാറിപ്പോയി മറ്റൊരു കൂടാരത്തിലെത്തുകയും കൂടെ രാഷ്ട്രീയ മാറ്റം നടത്തുകയും ചിഹ്നം മാറുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയ ഭിക്ഷാന്തകികൾക്ക് കൊട്ടാരക്കരയിൽ സ്ഥാനമില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് ഈ 9-ാം തീയതി വോട്ടിംഗോടുകൂടി അടുത്ത മെയ് മാസം 4 തെരഞ്ഞെടുപ്പ് കൌണ്ടിങ്ങോടുകൂടി തെളിയിക്കപ്പെടാൻ പോവുകയാണ്. ഈ ഐഷാ പോറ്റിയുടെ പരാതികൾ പലപ്പോഴും ട്രോളായ ഒരു കാര്യമാണ്. അവർക്കൊരു വണ്ടി ഉണ്ടായിരുന്നില്ല എന്ന കാര്യം. അത് ഒരു ചില പരാമർശങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. അത്തരം പരാതികൾ പാർട്ടി വേദികളിലൊക്കെ വന്നിട്ടുണ്ടോ? അവർക്ക് വാഹനമില്ലാത്തതുണ്ട്. കൊട്ടാരക്കരയിൽ അവർ MLA ആയി വന്ന സമയത്ത് 2 വാഹനങ്ങളാണ് അവർ MLA-യുടെ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയത്. 2 വാഹനവും വിറ്റു. മാത്രമല്ല ഒരു വർഷം 1 ലക്ഷം രൂപയുടെ പെട്രോൾ കൂപ്പൺ അവർക്ക് ലഭിക്കുന്നില്ലേ? ഈ പെട്രോൾ കൂപ്പൺ എവിടെയാണ് കൊണ്ടുപോകുന്നത്? അവർക്ക് കിട്ടുന്ന പെൻഷൻ ഞാൻ കണക്ക് പറയുന്നില്ല, 50,000-ഓളം രൂപ പെൻഷൻ കിട്ടുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് 15 വർഷം MLA ആയിട്ടിരിക്കുന്നത്. അതിനോടൊപ്പമാണ് അവർക്ക് എത്ര രൂപയുടെ ചികിത്സാ ഫണ്ട് വേണമെങ്കിലും കേരളത്തിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. അവർ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ 14 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായമാണ് അവർ തിരിച്ചു കൈപ്പറ്റിയിട്ടുള്ളത്. അവർക്ക് കൊടുക്കാൻ കഴിയുന്ന മുഴുവൻ ആനുകൂല്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ അതിനെ സഹായിക്കാൻ 100% തയ്യാറാണ്. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് മറ്റെന്തോ ഉദ്ദേശിച്ചാണ്. അധികാര രാഷ്ട്രീയത്തിൽ ഒരു അധികമായി ഭ്രമിച്ചിരുന്ന ആളാണ്
ഐഷാപൂറ്റി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ കാലുമാറ്റം നടന്നതും ഈ കോൺഗ്രസ് കൂടാരത്തിലേക്ക് എത്തി അവർ ഇങ്ങനെ. ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവർ തന്നെ പറഞ്ഞല്ലോ, എനിക്ക് ഒരുപാട് ഓഫർ വന്നു എന്ന് പറഞ്ഞു. ഒരുപാട് ഓഫർ ആരുടെയൊക്കെയാണെന്ന് അവർ വെളിപ്പെടുത്താൻ തയ്യാറാവണ്ടേ? അവർ സത്യസന്ധയാണെങ്കിൽ വെളിപ്പെടുത്തണ്ടേ? BJPയുടെ ഒരു നേതാവ് പറഞ്ഞല്ലോ, ഞങ്ങളുടെ കൂടാരത്തിൽ വന്ന് ഇവർ സംസാരിച്ചു, ഞങ്ങളുമായി സംസാരിച്ചു, തെളിവ് തരാം. എന്തേ BJPക്കാർ തെളിവ് വിടുന്നില്ല? BJPക്കാർ തെളിവിടാൻ തയ്യാറാവണ്ടേ? ഐഷാപൂറ്റിയും BJPയുടെ നേതാക്കന്മാരും ഉണ്ടാക്കാൻ പോയിരുന്ന ഡീൽ എന്തായിരുന്നു? ആ ഡീലിനെ സംബന്ധിച്ച് പറയണ്ടേ? എവിടെയാണ് ഇരുന്ന് സംസാരിച്ചതെന്ന് പറയണ്ടേ? എന്തായിരുന്നു ഐഷാപൂറ്റിയുടെ ആഗ്രഹം എന്താണെന്നും ചോദ്യം എന്താണെന്നും പറയാൻ തയ്യാറാവണ്ടേ? ഒരു പ്രാവശ്യം ഇത് വെളിപ്പെടുത്തിയിട്ട് ആ നേതാവ് തന്നെ പിൻവലിയുക എന്ന് പറഞ്ഞാൽ എന്താ? അവർ തമ്മിലുണ്ടായിട്ടുള്ള ധാരണ. ചെറിയൊരു മറുപടി വരുത്താൻ നിർത്താൻ ഈ വിഷയത്തിൽ ശരിയാണോ ഐഷാപൂറ്റി നിങ്ങളുമായി നേരത്തെ ബന്ധപ്പെട്ടിരുന്നോ? തീർച്ചയായും. കാരണം ഈ LDF-ൽ നിന്നും UDF-ൽ നിന്നും നിരവധി നേതാക്കന്മാരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പാർട്ടിയോട് ചേർന്നിട്ടുള്ളത്. അത് BJPയുടെ വികസന രാഷ്ട്രീയം കണ്ടിട്ടാണ്, ആകൃഷ്ടരായിട്ടാണ്. തീർച്ചയായും സ്വാഗതം ചെയ്യും. BJPയുടെ വന്ന് ചർച്ച നടത്തിയിരുന്നോ? ഡീൽ ചർച്ച സംസ്ഥാന നേതൃത്വവുമായി ചർച്ച നടത്തിയിരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് അവർ കോൺഗ്രസ് ഓപ്റ്റ് ചെയ്തു? കോൺഗ്രസ് ഓപ്റ്റ് ചെയ്ത് എന്താ അവരുടെ ചിലപ്പോൾ ഡിമാൻഡുകൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ലായിരിക്കാം. അവർക്ക് അധികാരം മോഹിച്ചു വരുന്നവർക്കെല്ലാം അതെന്താ നമുക്ക് ആഗ്രഹിക്കുന്നതൊക്കെ BJP കൊടുക്കാൻ സാധിക്കും. ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ നാടകമാണ്. LDF-ഉം UDF-ഉം ജനങ്ങളെ വഞ്ചിക്കുകയാണ്. കാരണം ഇവർ ഒന്നാണ്. കേരളം വിട്ടാൽ ഇന്ത്യ മുന്നണിയാണ്. ഇവിടെയും ആ ധാരണ എത്തിയിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കോൺഗ്രസ് പാർട്ടി വളരെ പിന്നോട്ട് പോയി. ഐഷാപൂറ്റിയുടെ പ്രചരണം വളരെ പിന്നോട്ട് പോയി. ഒരു കാര്യം ഞാൻ ചോദിക്കും, ഒരു കാര്യത്തിൽ ഈ നാട്ടിലെ വിശ്വാസികളുടെ കാര്യത്തിൽ ഐഷാപൂറ്റിയും ബാലഗോപാലും എടുത്ത നിലപാടെന്താണ്? ഒരേ നിലപാടല്ലേ ഈ നാട്ടിലെ വിശ്വാസികളെ വഞ്ചിക്കുന്നത്? ശബരിമല വിഷയത്തിൽ ഈ നാട്ടിലെ വിശ്വാസികളെ വഞ്ചിക്കുന്ന നിലപാടല്ലേ എന്ന് ഞാൻ ചോദിക്കുക. ഇടതും വലതും ഐഷാപൂറ്റിയും ബാലഗോപാൽ സ്വീകരിച്ച നിലപാടെന്താണ്? വിശ്വാസ വഞ്ചന. അപ്പൊ ആ തരത്തിലുള്ള ഒന്നാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാൻ ചക്കിക്കൊത്ത ചങ്കരം തന്നെയാണ് ഇവിടെ രണ്ടുപേരും ചക്കിക്കൊത്ത. കോൺഗ്രസിൽ ഒരു കാര്യം കൂടി പറയേണ്ടത് എന്താ? അതായത് ഇവിടെ ഇവിടെ പറഞ്ഞു വിശ്വാസത്തിന്റെ കാര്യം പറഞ്ഞു. വിശ്വാസ സംരക്ഷണത്തിന് അനുകൂലമായി നിന്ന ആളാണ് ഐഷാപൂറ്റി. ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തതിന് CPM-ന്റെ പീഡനം ഏൽക്കേണ്ടി വന്ന ഒരു MLA അവര് ഈശ്വരവിശ്വാസി അല്ല, അല്ലെങ്കിൽ ശബരിമലയ്ക്ക് വേണ്ടി നിന്നില്ല എന്ന് പറയുന്നത് വളരെ കാപട്യമാണ്. ഡീലിനെ കുറിച്ച് പറഞ്ഞു, അത് പറയാനാണ് ഞാൻ പറഞ്ഞത്. കൊട്ടാരക്കരയിൽ NDAയുടെ ചെയർമാൻ ശ്രീ ഡോക്ടർ NN മുരളി ഇന്നലെ ബാലഗോപാലിന്റെ വീട്ടിൽ പോയി ഷാൾ അണിയിച്ച് കൊട്ടാരക്കരയിലെ മുഴുവൻ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് വാതോരാതെ വാഴ്ത്തുപാട്ട് നടത്തുന്നോണം അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി. ഞങ്ങളെ ആരും പോയിട്ടില്ല. അത് മാത്രം മതിയല്ലോ ഈ ഡീലിന്റെ കാര്യം ഉറപ്പിക്കുക. കേരളത്തിൽ 3-4 മണ്ഡലത്തിലെ ഡീല് പോലെ ഇവിടെ ആ ഡീല് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് സാഹചര്യം. അരുണ്, നമുക്ക് അവസാനിപ്പിക്കാം. ഒരു കാര്യം ഉറപ്പു പറയാം, കൊട്ടാരക്കരയുടെ വികസന രാഷ്ട്രീയത്തിനും അപ്പുറം ചർച്ച ചെയ്യാൻ ഇത്തവണ ഉദ്ദേശിക്കുന്നത് കൂറുമാറ്റമാണ്. ആ വിവാദങ്ങൾക്ക് തന്നെയാണ് ഇവിടെ മറുപടി കൊടുക്കാൻ 3 മുന്നണികളും ആർജവത്തോടെയുള്ളത്. CPM ഐഷാപൂറ്റിയുടെ കൂറുമാറ്റം ചർച്ചയാവുമ്പോൾ അവിടെ ഐഷാപൂറ്റിയെ ചേർത്ത് നിർത്തിക്കൊണ്ട് കോൺഗ്രസ് അതിന് മറുപടി നൽകാൻ ശ്രമിക്കുന്നു. അതേസമയം മറ്റൊരു നീക്കം നടത്തുന്നത് കോൺഗ്രസ് ക്യാമ്പിൽ നിന്നും രശ്മി എന്ന നേതാവിനെ അടർത്തി നിർത്തിക്കൊണ്ടുള്ള NDAയുടെ നീക്കമാണ്. എന്തായാലും കൊട്ടാരക്കര അതിസുപ്രധാനമായ രാഷ്ട്രീയം പങ്കുവയ്ക്കാൻ ഒരുങ്ങുകയാണ്. തീർച്ചയായിട്ടും വികസനത്തിനൊപ്പം തന്നെ ഈ കൂറുമാറ്റ രാഷ്ട്രീയം ചർച്ചയാകും. അത് ആരുടെ കാലുമാറ്റമാണ്, കൂറുമാറ്റമാണ് ശരിയെന്ന് ജനം വിധി എഴുതും. അല്ലെങ്കിൽ ബാലഗോപാൽ എന്ന ധനമന്ത്രി ഇവിടെ പറഞ്ഞതുപോലെ കുംഭകർണനെ പോലെ ഉറങ്ങുകയായിരുന്നോ, വലിയ സമ്പത്തിന് മുകളിൽ ഉറങ്ങുകയായിരുന്നോ, ഒന്നും ചെയ്തില്ല ചോദ്യത്തിനുമൊക്കെ കൊട്ടാരക്കര മറുപടി പറയുമെന്ന് ഉറപ്പാണ്. യെസ്, ഒരു കാര്യം ഒന്നുകൂടി ആവർത്തിക്കാം. സംസ്ഥാനത്ത് ഇടതുപക്ഷത്തിന് തുടർഭരണം കിട്ടിയാലും കൊട്ടാരക്കരയിൽ ഒരു വിജയം ഉണ്ടായില്ലെങ്കിൽ അതിന്റെ ശോഭ കെടുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് വിജയമാണ് ഇടതുപക്ഷത്തിന്റെ ലക്ഷ്യം. അതുകൊണ്ട് ഏറ്റവും വലിയ രാഷ്ട്രീയ പോര് നടക്കുന്ന ഇടം തന്നെയായി കൊട്ടാരക്കര മാറുകയാണ്. വീണ്ടും കാണാം കേവോട്ടുമായി മറ്റൊരു മണി. നാട്ടിൽ വികസനത്തിന്റെ പരവധാനി വിരിച്ച് കാരവങ്ങളും ആർപ്പുവിളികളും ആവേശത്തോടെ കേരളം നാട്ടിൽ വികസനത്തിന്റെ പരവധാനി വിരിച്ച് കാരവങ്ങളും ആർപ്പുവിളികളും ആവേശത്തോടെ കേരളം കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.